70 വർഷമായിട്ട് തോൽപ്പെട്ടിയുടെ അതിർത്തിയിൽ കർഷകനായി ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജീവിതം എങ്ങനെ വെച്ച് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. ഇതിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്, ഞാൻ 70 വർഷം മുമ്പ് വയനാട്ടിൽ കുടിയേറുന്ന കാലത്ത് വയനാട് മനോഹരമായിരുന്നു. വയനാട്ടിലെ കുടിയേറ്റം ആരംഭിച്ചു എന്ന് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഗ്രോമോർ ഫുഡിൻ്റെ ഭാഗമായി അന്നത്തെ മദ്രാസ് ഗവൺമെൻറ് ഇവിടെ ഭൂമി പതിച്ചു കൊടുത്തുകൊണ്ട് കൃഷി കൊടുത്താണ് ഞങ്ങൾ കുടിയേറാനുള്ള കാരണം. 70 വർഷം മുമ്പാണ്. വയനാടിനെ സംബന്ധിച്ച് 864.44 ചതുരശ്ര കിലോമീറ്റർ വനമേഖല അന്ന് പൂർണ്ണമായി വനമായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ കൃഷി ചെയ്ത് അത്യാവശ്യം വന്യമൃഗശല്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ ഞങ്ങൾ ദൂരേക്ക് ഓടിച്ച് കാവൽ മാടങ്ങളുണ്ടായിരുന്നു. 1957 ഗോളിയാർ ഫാക്ടറിക്ക് വേണ്ടി റോ മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടി അന്ന് ഗവൺമെൻറ് എഗ്രിമെൻറ്റ് വെക്കുകയും ആദ്യം മുള മുറിക്കാൻ ആരംഭിച്ചു. ആനയുടെ ഇഷ്ടഭക്ഷണമാണ് മുളയെന്ന് പറയുന്നത്. ആ മുള തീരുന്ന സമയം വന്ന സമയത്ത് സ്വാഭാവികമായി മുറിച്ച് മാറ്റി അവർ യൂക്കാലിപ്സ് വെച്ചു. സർക്കാർ റവന്യൂ വരുമാനത്തിന് വേണ്ടിയിട്ട് തേക്കും യൂക്കാലും വെച്ച് പിടിപ്പിക്കുകയാണ്. അക്വേഷ്യ, മാഞ്ചി ഒക്കെ തന്നെ. അന്ന് മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാറി മാറി ഭരിച്ച ഒരു ഭരണകർത്താക്കൾക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരും പൂർണ്ണ ഉത്തരവാദികളാണ്. ഈ വന്യമൃഗശല്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ആദ്യം ആരംഭിച്ചിരുന്നു. അവരുടെ റെയിൽവേക്ക് വേണ്ടി തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കുറഞ്ഞു പോകാം. ബാക്കി നമ്മൾ നേരെ നശിപ്പിച്ചതാണ്. അവിടെയാണ് 1980-81 ആകുമ്പോഴത്തേക്കാണ് വന്യമൃഗശല്യം ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് തോൽപ്പെട്ടിയിൽ കുറുമെന്ന് പറഞ്ഞ ഒരാളെ ആന കൊന്നു. രണ്ടാമത് മുള്ളക്കൊല്ലിയിൽ നസീബൻ തെരഞ്ഞ കുട്ടിയെ പന്നി കുത്തി കൊല്ലുന്നു. പിന്നീട് ഓരോ വർഷം 4-5 ആൾക്കാർ വീതം തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം കൊല്ലപ്പെടാൻ തുടങ്ങിയത് വയനാട്ടിലേക്ക് വ്യാപിച്ചു. ഒരു 90-95 ആകുമ്പോഴത്തേക്ക് ഒരു വർഷത്തിൽ 5-6 ആൾക്കാർ കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നു. ഇവിടെ ഇപ്പോൾ സാർ പറഞ്ഞൊരു കണക്കുണ്ട്. ഇതിന് കർഷകരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ നിർദ്ദേശം എന്ന് പറയുന്നത് വനമേഖലയെ വനമാക്കി നിലനിർത്താൻ വേണ്ടി കഴിയണം. ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഭരണകർത്താക്കളും വനത്തെ റവന്യൂ വരുമാനാക്കണമെന്നുള്ള ഒരു തർക്കത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളൊരു ശക്തമായ എതിരാണ്. ഞങ്ങൾ കഴിഞ്ഞ 35 വർഷത്തെ നിരന്തര സമരത്തിൻ്റെ ഭാഗമാണ് ഈ 2024 വയനാട്ടിൽ തേക്ക് വെക്കേണ്ടതില്ല തീരുമാനിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ മാത്രം 157 ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 86 ആൾക്കാരാണ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തേക്ക് പ്ലാന്റേഷൻ ഉള്ള തിരുനെല്ലി പഞ്ചായത്തിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശല്യമുള്ളത്. അതോടൊപ്പം തന്നെ എന്താണ്, വയനാട്ടിൽ നെൽപ്പാടങ്ങളിപ്പോൾ ഇല്ല. വനത്തിനകത്ത് വന്യമൃഗങ്ങൾക്ക് ആവശ്യ ഭക്ഷണങ്ങളില്ല. ഇപ്പോൾ അധിനിവേശ സസ്യങ്ങളുടെ കടന്നു കയറിയിട്ടുണ്ട്. സെന്ന, അതുപോലെ തന്നെയുള്ള മറ്റ് ഒരുപാട് സ്പീഷീസുകൾ. അപ്പം അങ്ങനെ വന്ന സമയത്ത് എന്താക്കി, 80-81 ആകുമ്പോഴത്തേക്ക് വനം നശിച്ചു കഴിഞ്ഞപ്പോൾ അവർ തീറ്റ വെള്ളം ഒരു കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങി നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടി അവർ തുടർച്ച വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 1972 വൈൽഡ് ലൈഫ് ആക്ട് വന്നതിന് ശേഷം, ഈ സംഘം ആരംഭിച്ച ശേഷം മനുഷ്യന് മൃഗങ്ങളെ ഉപരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിരോധിക്കപ്പെട്ടു. അങ്ങനെ വന്ന സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ശല്യമായി വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, വയനാടിനെയോ കേരളത്തെയോ സംബന്ധിച്ചിട്ട് പൂർണ്ണമായും വന്യമൃഗശല്യം തടയാൻ വേണ്ടി കഴിയില്ല. 50% തടയാൻ കഴിഞ്ഞാൽ 100% വിജയമാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വനത്തിനകത്ത് നീർച്ചാലുകൾക്കും പുഴകൾക്കും 2 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്ത മഴക്കാലത്ത് തുറന്നു വിടാത്ത ചീപ്പ് സിസ്റ്റമുള്ള തടയങ്ങൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഈ അധിനിവേശ പറിച്ചു മാറ്റി മരങ്ങളും വന്യമൃഗങ്ങൾക്ക് ആവശ്യ ഭക്ഷണം കിട്ടുന്ന മരങ്ങളും കായലും വെച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ കുരങ്ങ്, മയില്, മലയെണ്ണ സർവ്വജീവജാലം ഞങ്ങളുടെ തോട്ടങ്ങളിലാണ്. ഇപ്പോൾ ഒരു കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, കുരങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്ന കായ്കനികളും മരത്തിൻ്റെ ഇലകളുമാണ്. തേക്ക് യൂക്കാലും കുരങ്ങ് കഴിക്കില്ല. മാനുകൾ, അവർക്ക് വേണ്ട താണി, കുമ്പിഴ് അതുപോലുള്ള മരങ്ങളുടെ കായ്കനികളും പച്ചിലവും പുല്ലുകളുണ്ട്. അവർക്ക് അതിനകത്തില്ല. അവർ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി. പന്നി ക്രമാതീത വർദ്ധിച്ചു. ഞങ്ങളുടെ പറമ്പുകളൊക്കെ തന്നെ പന്നി ഇങ്ങനെ വിളയാടി കാണിക്കുന്നു. പന്നി കുത്തി തന്നെ 4 ആൾക്കാർ വയനാട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട്. പന്നി വർദ്ധിക്കാൻ കാരണം എന്താണ്, പ്രകൃതിയിലൊക്കെ ഒരു ബാലൻസ് ഉണ്ട്. ഓരോ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റൊന്നുണ്ട്. ആനയുടെ വംശം നിയന്ത്രിക്കുന്ന കടുവയാണ്, മാംസമുക്കാണത്. അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളെ നിയന്ത്രിക്കുക. കുറുക്കൻ വംശനാശം വന്നു വയനാട്ടിൽ. കുറുക്കൻ വംശനാശം വന്നിടത്തേക്ക് പന്നിയുടെ വംശം വർദ്ധിച്ചു, മയിലുകൾ വർദ്ധിച്ചു. മയിൽ മുട്ടയിടുന്നത് തറയിലാണ്. അപ്പോൾ ഈ മയിലിൻ്റെ മുട്ട തിന്നുന്നവരാണ് കുറുക്കനായിരുന്നു. കാട്ടുപന്നി കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പിടിച്ചു തിരുന്ന എന്താണ്, കുറുക്കനായിരുന്നു. കുറുക്കൻ വംശനാശം വരാൻ കാരണം എന്താണ്, 1965 ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിലേക്ക് രാസവള കീടനാശിനി വന്നു. ആ കീടനാശിനി അമിത പ്രയോഗത്തിൻ്റെ ഭാഗമായി ഞണ്ടും മറ്റ് ജീവജാലങ്ങളും ചത്തപ്പോൾ അതിനെ തിന്ന് കുറുക്കൻ വംശനാശം വന്നു. അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ വംശനാശം വന്നിട്ടുണ്ട്.
അപ്പം അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്ന് ഞങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മൃഗങ്ങളെയൊന്നും കൊന്നു തീർക്കാൻ വേണ്ടി കഴിയില്ല. കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 4600 പന്നികളെ കേരളത്തിൽ വെടിവെച്ചു എന്നാണ് അറിയുന്നത്. ഈ 4600 പന്നികളെയും മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിലാണ് ചെയ്യുന്നത്. ഇതൊരു വിരോധാഭാസമാണ്. ഇത്രയും പന്നികളെ ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുരുക്കുന്നൊരു 15 കോടി രൂപയുടെ വരുമാനം ഉണ്ടാവുകയാണ്. അത് ഈ പ്രതിരോധ സമിതി ഉപയോഗപ്പെടുത്താറുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇത്തരത്തിൽ കൊന്നു നിന്ന് പിന്നെ ലേലം ചെയ്ത് കൊടുത്ത് ഫോറസ്റ്റ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം എന്താണ് കൃഷിക്കാരന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയോ, 1 ഹെക്ടർ നിലപ്പാടത്തിന് ഞങ്ങൾക്ക് 75,000 രൂപ ഞങ്ങൾക്ക് ഉൽപ്പാദന ചെലവുണ്ട്. അത് നശിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് കേവലം 11,000 രൂപയാണ്. ഒരു തെങ്ങ് നശിച്ചാൽ കിട്ടുന്നത് ഞങ്ങൾക്ക് 770 രൂപയാണ്. 2014 ഞങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി 10% വർദ്ധിച്ചപ്പോൾ കിട്ടിയത് 700 രൂപയാണ്. ഒരു തെങ്ങിൻ്റെ മടലും വിറ്റാൽ കിട്ടിയ 700 രൂപയാണ്. ഒരു പുരുഷായ സമരം തെങ്ങ് ഞങ്ങൾ ആവശ്യം, അതുപോലെ കവുങ്ങിനും തുച്ഛമായ പൈസ തന്നെ. ഇപ്പം തന്നെ 24,000 അപേക്ഷകളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 1.5 വർഷമായി നോർത്ത് വയനാടിൻ്റെ ഫണ്ട് കൊടുക്കാൻ ബാക്കിയാണ്, നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട്. ഞങ്ങൾ നഷ്ടപരിഹാരത്തിൽ 5% ആൾക്കാർ പോലും നഷ്ടപരിഹാരം കൊടുക്കാറില്ല. കാരണം നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വലിയ സങ്കീർണമാണ്, ഫണ്ട് കിട്ടുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥ നഷ്ടം യഥാസമയം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ കർഷകർ തൃപ്തരാകും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 1 ഹെക്ടർ നെൽപ്പാടത്തിന് 1 ഏക്കർ നെൽപ്പാടത്തിന് 25,000 രൂപ നഷ്ടപരിഹാരം കർഷകന് കൊടുക്കാൻ വേണ്ടി കഴിയണം. ഒരു കവുങ്ങ് നശിച്ചിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ഒരു കുരുമുളക് അത്തരത്തിൽ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? സർക്കാർ നല്ല ഇൻഷൂർ കമ്പനികളെ ഇൻഷൂർ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. മലയോര മേഖലയിൽ വനമേഖലയിലുള്ള ആൾക്കാരെ കൃഷിയും പൂർണ്ണമായും ഇൻഷൂർ ചെയ്യാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ അവിടെ ഒരാളെ കൊല്ലപ്പെടി പരിക്കേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും ഫോറസ്റ്റുകാരോട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതിലെ കുറേ സംഘടനകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. വനം ഞങ്ങൾ കത്തിക്കും, ആന ഞങ്ങൾ വെടിവെക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല. അതൊക്കെ വനം എന്ന് പറഞ്ഞാൽ വനം നിലനിൽക്കുന്നുണ്ട്, ഞങ്ങളിന്ന് അവിടെ ജീവിക്കുന്നതന്നെ. കാരണം ഞാൻ വരുന്ന കാലത്ത് സുലഭമായ വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് വനം നശിച്ചപ്പോൾ വെള്ളമില്ല. ഇനിയുള്ള വനമെങ്കിലും കത്തിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലോ ഇനി കൂടുതൽ വരൾച്ചയിലേക്ക് പോകും.